പെട്ടെന്ന് എല്ലാവരും പറയുന്നത് അമ്മ എന്നുള്ളതാണ്, പെട്ടെന്ന് തോന്നുന്നതാണ്. പക്ഷേ അതിന് ഒരുപാട് തലങ്ങളുണ്ട്. നമ്മുടെ ഈ പേരിലേക്ക് എത്തിയ അനവധി കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ അമ്മ എന്നുള്ളത്. പക്ഷേ പ്രധാന കാരണം അത് തന്നെയാണ്, മദർഹുഡാണ്. പക്ഷേ പല പല തലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ അക്ഷരമാലയിൽ സ്വരാക്ഷരങ്ങളിൽ അവസാനത്തെ രണ്ടെണ്ണം അപ്രധാനം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അധികം ഉപയോഗിക്കപ്പെടാത്ത രണ്ടെണ്ണം, അങ്ങനെ കുറേ തലങ്ങളുണ്ട്. ഒരു 7-8 സംഭവങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് ആ പേരിൻ്റെ പിന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ആ പേര്. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്തായാലും അതൊരു രഹസ്യമാക്കി വെക്കുന്നതിൽ കഥയില്ല, അത് വെളിപ്പെടുത്താം. അതുതന്നെയാണ് ആക്ച്വലി അമ്മമാർ ആണ്. ഒരുപാട് അമ്മമാർ ഉണ്ട്. പല ആ മാതൃത്വത്തിൻ്റെ പല സ്റ്റേജിൽ നിൽക്കുന്ന അനവധി ആളുകളുണ്ട്. ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്ത് മദർഹുഡാണ് ഇതിൻ്റെ ഒരു കോർ തീം. മദർഹുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മദർ നേച്ചറും കൂടെ വരും കേട്ടോ. അപ്പം അങ്ങനെ മാതൃത്വത്തിൻ്റെ വിവിധ സംഭവങ്ങളാണ്. അതെ, ഇത് ശരിക്കും ഇതിനകത്ത് മിസ്റ്ററി ത്രില്ലർ എലമെൻ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വരുന്ന സംഭവം. നമ്മൾ ഇടുക്കിയിൽ എവിടെ ക്യാമറ വെച്ചാലും അതിൻ്റെ അകത്തൊരു മിസ്റ്ററി എലമെൻറ്റ് വന്നു പോകും, ഒരു സ്വഭാവം വന്നു പോകും. പിന്നെ ഈ കഥയിൽ തന്നെ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്കൊരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് അധികം ആരും എത്താത്ത, നമുക്കൊരു അനോണിമസ് ഒരു ലൈഫ് ഒരാൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഈ കഥ വർക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ അവിടെ അടുത്ത് തന്നെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ എനിക്ക് പരിചിതമായ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് എഴുതാൻ പറ്റും. അതെല്ലാം കൂടെ ചേർത്ത് വന്നതാണ്. പിന്നെ ജോണർ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്നതല്ല, അതങ്ങ് സംഭവിച്ചു പോകുന്നൊരു സംഗതിയാണ്. കഥ സ്വാഭാവികമായിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് വരികയല്ല, ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് ഒരുപാട് സമയം എടുത്തില്ല കഥയ്ക്കും തിരക്കഥയ്ക്കും. പക്ഷേ പിന്നെയുള്ള ഫൈൻ ട്യൂണിങ് ആണ് അതിൻ്റെ അകത്ത് സമയം വരുന്നത്. നമുക്ക് വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ക്രൂവിൽ തന്നെ 4 സംവിധായകരുണ്ട്. നമ്മുടെ സംവിധായകനുണ്ട്, അദ്ദേഹം 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പോരാതെ നമ്മുടെ ലീഡ് റോൾ ചെയ്യുന്നത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. നമ്മുടെ എഡിറ്റർ 2 സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ ക്യാമറാമാൻ ട്രാഫിക് തമിഴിൻ്റെ സംവിധായകനാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരുമായിട്ടെല്ലാം സംസാരിച്ച് പിന്നെ ഈവൻ ആർട്ടിസ്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്താൽ ലൊക്കേഷനിൽ എത്തുമ്പോൾ നമുക്ക് വേറെ ഐഡിയ തോന്നും. അങ്ങനെ നമ്മളിതിനെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാൻ കൂടുതൽ സമയം എടുത്തു. പക്ഷേ ആ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 2-3 ദിവസത്തിൽ വന്നതാണ്. ശരിക്കും 2 കഥാപാത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളൊക്കെയാണ്. പിന്നെ അതിലൊരു കഥാപാത്രം കുറച്ചൊരു ആത്മകഥാംശമുള്ളൊരു ക്യാരക്ടറാണ്. ഏജ് വെച്ച് മാച്ചിങ് അല്ല, പക്ഷേ എന്നാലും ഒരു ആശാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. പുള്ളിയാണ് ഇന്നവേ ആ കഥയിലെ നായകൻ. ആക്ച്വലി അദ്ദേഹമാണ്. അങ്ങനെ അപ്പം അതിൻ്റെ അകത്ത് അറിയാതെ ഒരു കവിയൊക്കെയാണ് പുള്ളി. അപ്പം അങ്ങനെ കുറച്ചൊരു സംഭവം അവിടെ വന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി എല്ലാം നമുക്ക് പരിചിതമായ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സ്ഥലപ്പേരുകൾ പറയുന്ന എല്ലാം ഒറിജിനൽ റെഫറൻസാണ്. കൊടുത്തിരിക്കുന്ന വീട്ടുപേരുകൾ, കഥാപാത്രങ്ങളുടെ പേരുകൾ, പാപ്പച്ചൻ ചേട്ടൻ, ചാമൻ, ഉപ്പുമാക്കൽ ജോയി, ഇതെല്ലാം അവിടെ ഉള്ളവരും മരിച്ചുപോയവരും ഒക്കെയുള്ള എല്ലാം ലോക്കൽ റെഫറൻസുകളെല്ലാം ഒക്കെയാണ്. വെച്ചാൽ ഈ മൂലമറ്റം ഒരുപാട് സിനിമകൾക്ക് ഷൂട്ടിംഗ് വേദിയായിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ. പക്ഷേ ഞങ്ങൾ ഈ എടുത്ത മൂലമറ്റം ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം അധികം നല്ല എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല. പിന്നെ കവന്ത എന്ന് പറഞ്ഞ സ്പോട്ടുണ്ട്. കവന്തയിൽ വന്നിട്ടുണ്ട്, യോവിൻ്റെ പുസ്തകത്തിൽ ഒരിക്കൽ ഒരു ഷോട്ട് അവിടെയുണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കവന്ത ടോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഞങ്ങളുടെ ഈ സിനിമയിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന എല്ലാ ലൊക്കേഷനും ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ആ കഥയുടെയും കൂടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളതിനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് ഇന്നായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലം കാണിച്ചാൽ പോലും നമ്മൾ അത് അങ്ങനെയാണെന്ന് വിശ്വസിച്ച് പോകും. അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അത് ആക്ച്വലി ടോട്ടലി അൺഎക്സ്പ്ലോർഡ് ഒരു ഏരിയ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന് തൊട്ടപ്പുറത്താണ് വാഗമണ്ണ്. അപ്പോൾ അവിടെ നിന്നുള്ള സഞ്ചാരികൾക്ക് വരുന്നതാണ്. പക്ഷേ ഇത് മൂലമറ്റം വളരെ എക്സ്പ്ലോർഡ് സ്ഥലമാണ്. അപ്പുറത്ത് കിടക്കുന്ന വാഗമണ്ണ് ഇതാണ്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഈ സ്ഥലം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീൽ വരുന്നത്. അപ്പോൾ ശരിക്കും ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് കഥയുടെ ഒരു ഘട്ടത്തിൽ ഇത് നായകൻ തന്നെയാണോ അതോ വില്ലനാണോ എന്ന് നമുക്ക്, ഇതൊന്നുമല്ലാത്ത ഒരാളാണോ, ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ ഒരു സംശയം തോന്നുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ദിലീഷ് പോത്തൻ ഒരു നായക പരിവേഷമുള്ള ആളല്ല. ഇന്നിപ്പം റൈഫിൾ ക്ലബ്ബൊക്കെ വന്ന് ഇപ്പോൾ ഒരു നായക പരിവേഷം തുടങ്ങി. പക്ഷേ അന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രകടമായ നായക പരിവേഷം ഇല്ല. പിന്നെ മാത്രമല്ല ഏത് റേഞ്ചിലും പോകാൻ പറ്റുന്ന ആളാണ്. ഒരു വില്ലൻസും കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നായകനാവാം. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്ന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ആ ഇടുക്കി എന്നുള്ള ആംഗിളിലല്ല ദിലീഷ് പോത്തനിലേക്ക് എത്തിയത്. ഈ ഒരു ക്യാരക്ടറിന് നമുക്കിപ്പോൾ ചില സീനിലൊക്കെ ഇപ്പം നമുക്ക് സംശയം തോന്നും. നമുക്ക് വളരെ പ്രകടമായിട്ടുള്ള ഇത് നായകനാണല്ലോ എന്നുള്ള ബോധത്തോടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സീൻ ഇങ്ങനെ വരുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ടോട്ടലി ഒന്ന് സംശയിക്കണം, ഒന്ന് പേടിക്കണം. അയ്യോ ഇങ്ങനെയാണോ, അയ്യോ അങ്ങനെ എങ്ങാനും കയറി ചെയ്ത് കളയോ, അല്ലെങ്കിൽ അയ്യോ അങ്ങനെ തോന്നണമെങ്കിൽ പ്രകടമായ നായക പരിവേഷം ഇല്ലാത്ത ഒരാളായിരിക്കും. അത് നായികയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് വളരെ പരിചിതമായ ഒരു മുഖം ആയിരിക്കരുതെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. കാരണം ഈ സ്ത്രീ
ആ ഗ്രാമത്തിലുള്ളവർക്ക് തന്നെ അറിയില്ല ഇവരെക്കുറിച്ച്. അതുപോലെ കാണികൾക്കും ഇവരെക്കുറിച്ച് ഒരു മുൻധാരണകളും ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഇവർ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ഊഹവും പാടില്ല. അപ്പോൾ വളരെ ആ ഒരു നോൺ ആർട്ടിസ്റ്റ് ആയിക്കഴിഞ്ഞാലുള്ള കുഴപ്പം നമ്മൾ ഇവർ മുമ്പ് ചെയ്ത സിനിമകളിലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അറിയാതെ നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചില മുൻധാരണകളോട് കാണും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതാണ് ഈ സ്ക്രിപ്റ്റിൽ നമ്മളൊരു യൂഷ്വലി നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ റൈറ്റേഴ്സും വെച്ചിരുന്നത് നമ്മൾ ആരെങ്കിലും ഒരാളെ കണ്ടുകൊണ്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ അത് നമ്മൾ ലിമിറ്റഡ് ആയിപ്പോവും. അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പരിമിതികൾ ലിമിറ്റഡ് ആയിപ്പോവും. അവരുടെ കഴിവുകൾ കൂടുതൽ കാണിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ നമ്മളെ ഒരു യഥാർത്ഥത്തിലുള്ള ആ ഒരു ഇത് നടക്കാതെ വരും. യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അല്ലാതെ ആര് ചെയ്താലും ശരിയാവാത്ത പോലെ തനി ഇടുക്കിക്കാരനായ ഇടുക്കിയുടെ എല്ലാ സ്വഭാവ വിശേഷങ്ങളുമുള്ള ഇപ്പോൾ എല്ലാവരുടെ കാര്യത്തിലൊക്കെ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ കയറി ഇടപെട്ട് അവരുടെ കാര്യം സ്വയം കാര്യം പോലെ ഏറ്റെടുത്ത് ചെയ്ത് എന്നാൽ സരസനായ പിന്നെ ഇതൊന്ന് ലൈറ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം. അത് അദ്ദേഹത്തെ പോലെ വേറൊരാളില്ല. അപ്പം ഞങ്ങളുടെ കേസിൽ ഇത് സ്ക്രിപ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ തന്നെ പേരുള്ള ഒരേ ഒരു ആർട്ടിസ്റ്റാണ് ജാഫർ ഇടുക്കി. അപ്പോൾ അതോ അദ്ദേഹത്തിന് സമയമില്ലെങ്കിൽ എനിക്ക് സമയമുള്ള സമയത്ത് ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു മൂഡിലായിരുന്നു ഞങ്ങൾ. അതായത് അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ റീപ്ലേസ് ചെയ്യുന്ന ആലോചിച്ച് തന്നെ ഇല്ല. ശ്രുതി ശരിക്കും ഒരുപാട് ഏറ്റവും കഷ്ടപ്പെട്ട് കാസ്റ്റ് ചെയ്തത് ശ്രുതിയുടെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടർ പോയാൽ സിനിമ പോയി, അത് പാളിയാൽ സിനിമ പാളി. അപ്പോൾ നമ്മൾ പലരെയും ആലോചിച്ചു. അപ്പോൾ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന പോലെയായിരുന്നു നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നുള്ള ശ്യാമാണ് ശ്രുതിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ശ്രുതി ഞാൻ ഒരുപാട് നായികയേക്കാൾ കൂടുതൽ സമയം ചിലവഴിച്ച് ഒരുക്കിയെടുത്തതാണ് ഈ ശ്രുതി. അപ്പം ശ്രുതിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പം സംവിധായകനും ഇവരെല്ലാം കൺവിൻസ്ഡ് ആണെങ്കിൽ പോലും സാധാരണ നമ്മളിങ്ങനെ ഒരു പരിധി കൂടുതൽ അതിൽ ഇൻവോൾവ് ആകില്ല. പക്ഷേ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആകാതെ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ശ്രുതി വന്നു. അപ്പോൾ ശ്രുതി എനിക്കറിയാം, അവസാനം ആർട്ടിസ്റ്റ് അറിയെങ്കിലും ഞാൻ ഒരുപാട് അങ്ങ് അറിയില്ല. ശ്രുതിയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ശ്രുതി വന്നപ്പോൾ ഒരു ഡാൻസ് പെർഫോമൻസിൻ്റെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ശ്രുതി എന്താണ് ഭയങ്കര ആടയാഭരണങ്ങളൊക്കെ ഇട്ട് ആ ഒരു ഡാൻസ് മൂഡിലാണ് വന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനായിപ്പോയി. കാരണം നമ്മുടെ മനസ്സിലുള്ള ഒരു ജിൻസിയെ അല്ല വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോൾ എനിക്കതൊരിച്ചിരി സമയമെടുത്തു ഞാനൊരു ആർട്ടിസ്റ്റ് മാത്രമായിട്ട് കാണാൻ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, വെറുതെ സംസാരിച്ചു, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വെച്ച് ക്യാരക്ടറിനെ എന്തുമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് ഇവരുടെ കണ്ണിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അപ്പോൾ ശ്രുതി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അത് റൈറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കൊള്ളാം, സംഭവം മനസ്സിലാവുന്നുണ്ട്. പിന്നെ പറയുന്നൊരു ശ്രുതിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഇൻട്രസ്റ്റ് ആകുന്നവർ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ആ ഒരു വേഷത്തിൽ തന്നെ ഇരുന്നിട്ട് തന്നെ ജിൻസി ഇനി വേറെ ആരും ചെയ്യേണ്ട, ശ്രുതിക്ക് എന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. നല്ല ഒരു രക്ഷയില്ലാതെ ചെയ്തു വെച്ചിരിക്കുന്നു. ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും എന്തല്ലോ ഒരു റൈറ്ററുടെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ റൈറ്റർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാവന പരമാവധി അഴിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താണ് ആ കഥ എന്തുമാത്രം നന്നായിട്ട് പറയാൻ പറ്റും, ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ ബേസിക്കലി. അപ്പോൾ കാണികൾക്ക് എന്തുമാത്രം നല്ലൊരു ദൃശ്യാനുഭവം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പം ഇപ്പോൾ ശരിക്കും ഇതിനകത്തുള്ള പല ഷോട്ടുകളും ഇതിനേക്കാളും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കയറിൽ പിടിച്ചിട്ട് ഇങ്ങനെ പാലം കിടക്കുന്ന ഒരു സംഭവമുണ്ട്. അത് വെള്ളം കുത്തി ഒലിക്കുന്ന, വേണമെങ്കിൽ അടിച്ച് കൊണ്ടുപോയേക്കാവുന്ന പോലത്തെ ഒരു പാലം, ഒരു ഒറ്റത്തടി പാലമായിരുന്നു സ്ക്രിപ്റ്റിലുള്ളത്. അങ്ങനെ ഒരു പാലം അവിടെയുണ്ട്, അത് മനസ്സിലുണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു പാലം ആ സമയത്ത് ഇല്ലാത്തതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ പരമാവധി നല്ലൊരു ദൃശ്യാനുഭവം കൊടുക്കാനും എല്ലാം ശ്രമിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ടൈമിലാണ് ഇതിൻ്റെ പല റെസ്ട്രിക്ഷനും വന്നിട്ട് നമുക്കത് പലതും അതുപോലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യും. അപ്പം എഴുതുമ്പോൾ ഈ പറഞ്ഞാൽ അങ്ങ് അഴിച്ചു വിട്ടങ്ങ് എഴുതുകയാണ്. നമുക്ക് പരമാവധി കാണുമ്പോൾ രസം തോന്നണം, കാണികൾക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം എന്നുള്ള നിലയ്ക്ക് എഴുതുകയാണ്. പിന്നെ ഓൾറെഡി ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ലൊക്കേഷനിൽ എഴുതിയത് കൊണ്ട് പലതും റെഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ എടുത്തപ്പോഴും കുറേ എല്ലാം നന്നായിട്ട്, ചിലത് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നന്നായിട്ട് വരും. നമ്മൾ സ്ക്രിപ്റ്റിൽ വിചാരിക്കുന്നതിൽ കൂടുതൽ നന്നായിട്ട് അത് എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത് ചിലതൊക്കെ ബോധപൂർവ്വം കൊണ്ടുവന്നാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ചിലത് ബോധപൂർവ്വം കൊണ്ടുവന്നാണ്, ചിലത് അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. ആ കഥ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. അത് നമുക്ക് പലപ്പോഴും അതെല്ലാ റൈറ്റർക്കും ഉള്ളൊരു പ്രശ്നമാണ്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അത് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളെല്ലാം ഒന്നും പലപ്പോഴും നമുക്ക് ബോധപൂർവമല്ല. ഇതും ഒരു സംഭവം കിട്ടും നമുക്ക്. അത് കിട്ടിക്കഴിയുമ്പം അത് പിന്നെ നമ്മൾ തന്നെ തിരിഞ്ഞാലോചിക്കുമ്പോൾ ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരു തോട്ട് പ്രോസസ്സാണ്. പക്ഷേ ഒരുപാട് എന്താ പറയുന്നത്, ഇത് എന്താണേലും ഇതൊരു ഒറിജിനൽ പൂവല്ല, ഇതൊരു പ്ലാസ്റ്റിക് പൂവാണ്. ഒറിജിനൽ പൂവാണെങ്കിൽ അതിന് മണം ഉണ്ടാവുള്ളൂ, പ്ലാസ്റ്റിക് പൂവാകുമ്പോൾ അതിന് കാണാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിൽ നമ്മൾ ആൾക്കാർ ചർച്ച ചെയ്തിട്ട് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും ഒക്കെയാണല്ലോ എഴുതുന്നത്. നമ്മുടെ വായന അനുഭവങ്ങൾ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു സാധനമാണ് എഴുതുന്നത്. അപ്പോൾ അത് ഏതോ ഒരു ഘട്ടത്തിൽ ഒരു ദൈവാനുഗ്രഹം എല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും ഒരു ഘട്ടത്തിൽ ആ പ്ലാസ്റ്റിക് പൂവിന്
ഒരു മൃദുത്വവും ഒരു മണമൊക്കെ വരും. ആ വന്നു കഴിയുമ്പോൾ അതൊരു നല്ലൊരു പൂവായിട്ട് മാറും. അത് നമുക്ക് അതെങ്ങനെയാണെന്നത് വിശദീകരിക്കാൻ പറ്റില്ല. അതൊരു സംഭവമാണത്. ഒന്ന് ഇതിൻ്റെ മുൻധാരണകളില്ലാതെ ഇപ്പോൾ പലരും ഇപ്പോൾ എന്താണെങ്കിലും സിനിമ ഇറങ്ങി കുറച്ച് നാൾ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം വെളിയിൽ വരും. ആളുകൾ റിവ്യൂസ് കാണും, ആൾക്കാർ പറയുന്നത് കേട്ടും. അപ്പം മുൻധാരണകളില്ലാതെ കാണണം എന്നാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. അപ്പോൾ ഒന്ന് ഈ പറയുന്നതല്ല, ഈ കരച്ചിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒട്ടും ഒരു കണ്ണീർപ്പടമല്ല. ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞാൽ വളരെ ഹാപ്പിയായിട്ട് വളരെ സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞ് കണ്ടിറങ്ങാൻ പറ്റുന്നൊരു സിനിമയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിന് ചില സമയങ്ങളിൽ നമ്മുടെ കണ്ണൊന്ന് നനയും. അത് നമ്മളുടെ മനുഷ്യത്വത്തിൻ്റെ നന്മയുടെ ഒരു ഭാഗമായിട്ടാണ്. അതൊരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു ധാരണ, ഇതിൻ്റെ ത്രില്ലറും ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കാണുമ്പം ഇത് ഭയങ്കരമായൊരു ത്രില്ലർ പടമാണ് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അതും ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മളൊരു മിസ്റ്ററി ത്രില്ലർ പ്ലോട്ടാണ്, പക്ഷെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ യാതൊരു മുൻധാരണകളും ഇല്ലാതെ ഒരു സിനിമ കണ്ടു കളയാം എന്ന് വിചാരിച്ച് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാതെ പരമാവധി കുടുംബാംഗങ്ങളെ കൊണ്ടുപോവുക. വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് തിരിച്ചിറങ്ങി വരാം. അതാണ് പറയാനുള്ളത്.